Hello everyone, welcome to the online class of Management Optimization Technique. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് പേജ് നിങ്ങൾക്കറിയാം, നമ്മുടെ മാനേജ്മെൻറ്റ് ഓപ്റ്റിമൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന കോഴ്സ് പേജ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് വീഡിയോസും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു കാണും. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 4 വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട ശേഷം അതിൻ്റെ മോഡൽ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ അസൈൻമെൻ്റ് ആയിട്ട് തന്നേക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് നമ്മുടെ ആക്ടിവിറ്റിയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, പെർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ റൺ ചെയ്ത് കാണുന്നതിനും സഹായിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ്, ഇതൊരു ബുക്ക് ആക്ടിവിറ്റി ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ ഒരു പേജായിട്ട് നിങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അതായത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ടേബിൾ ഓഫ് കണ്ടൻസിൽ അടുത്തതായിട്ട് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേജാണുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ 2 പേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ അതല്ലെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് തന്നേക്കുന്നത്. ഈ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ ആൻസർ കുറച്ച് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയും ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് തന്നിട്ടുള്ളതെന്നുള്ള. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ലാസ്റ്റ് തന്നേക്കുന്ന ഈ ക്വസ്റ്റ്യനകത്ത് 3 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ചോദിക്കാൻ, ഞാനതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ പറയാതിരിക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഓക്കെ.